വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 23-ാം അധ്യായം 44 മുതലുള്ള വചനങ്ങൾ നമുക്ക് വായിക്കാം. അപ്പോൾ ഏകദേശം 6-ാം മണിക്കൂറായിരുന്നു. 9-ാം മണിക്കൂർ വരെ ഭൂമി മുഴുവനും അന്ധകാരം വ്യാപിച്ചു. സൂര്യൻ ഇരുണ്ടു. ദേവാലയത്തിലെ തിരശ്ശീല നടുവെ കീറി. യേശു ഉച്ചത്തിൽ നിലവിളിച്ചു പറഞ്ഞു, പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. ഇത് പറഞ്ഞ് അവൻ ജീവൻ വെടിഞ്ഞു. ഈ സംഭവമെല്ലാം കണ്ടു നിന്നിരുന്ന ശതാധിപൻ ദൈവത്തെ സ്തുതിച്ചു പറഞ്ഞു, ഈ മനുഷ്യൻ തീർച്ചയായും നീതിമാൻ ആയിരുന്നു. നീതിമാനായ ക്രിസ്തു നീതിരഹിതരായ നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ചു. അതുകൊണ്ടാണ് വിശുദ്ധ മാക്സിമിലിയൻ കോൾബെ പറയുന്നത്, കുരിശ് സ്നേഹത്തിൻ്റെ പാഠശാലയാണ്. നമ്മെ എങ്ങനെ സ്നേഹിക്കണമെന്ന് ഈശോ പഠിപ്പിച്ച പാഠശാലയാണത്രേ കുരിശ്. മഹാനായ ധന്യൻ ഫുൾട്ടൻ ജേഷ്യൻ കുരിശിനെ കുറിച്ച് പറയുന്നത്, ഈശോ തൻ്റെ ജീവിതത്തിൽ പഠിപ്പിച്ച എല്ലാ പ്രബോധനങ്ങളുടെയും ആകെത്തുക അവസാനമായി പഠിപ്പിച്ചത് കാൽവരിയിലെ കുരിശാകുന്ന വചനപീഠത്തിൽ നിന്നാണത്രേ. കുരിശ് ഈശോയുടെ അവസാനത്തെ വചനപീഠം. തൻ്റെ എല്ലാ പ്രബോധനങ്ങളുടെയും അവസാന പ്രബോധനം കാച്ചിക്കുറുക്കിയ കവിത പോലെ അവിടുന്ന് നൽകിയത് കാൽവരിയിലെ കുരിശുമരണത്തിലൂടെയാണത്രേ. വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ കുരിശിനെ വിശേഷിപ്പിക്കുന്നത് കുരിശ് ഈശോ ബലിയർപ്പിച്ച അൾത്താര എന്നാണ്. കുരിശാകുന്ന അൾത്താരയിലാണ് കുർബാന പിറന്നത്, ഈശോയുടെ ശരീരമാകുന്ന കുർബാന പിറന്നത് എന്ന് വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പഠിപ്പിക്കുന്നുണ്ട്. സ്നേഹമുള്ളവരെ, എന്നെ ശ്രവിക്കുന്ന ദൈവമക്കളെ, കുരിശിനെക്കുറിച്ച് നമ്മൾ ഈ കാലഘട്ടത്തിൽ ഏറെ ധ്യാനിക്കണം. ഒരുപക്ഷെ അപ്രതീക്ഷിതമായ സഹനങ്ങളിലൂടെയും ദുഃഖങ്ങളുടെയും ദുരന്തങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ, ഒറ്റപ്പെട്ടു എന്ന് തോന്നലുണ്ടാകുമ്പോഴൊക്കെ നമ്മൾ കുരിശിലേക്ക് തിരിയണം. ജീവിതത്തിൽ എപ്പോഴെങ്കിലും നിനക്ക് ഒറ്റപ്പെട്ടു നിനക്ക് തോന്നുന്നുണ്ടോ? നീ കുരിശിലേക്ക് നോക്കിക്കേ, നിനക്ക് അതിനുള്ള ഉത്തരം കിട്ടും. അവനും അവിടെ തനിച്ചായിരുന്നു. മറ്റുള്ളവരാൾ തിരസ്കരിക്കപ്പെട്ടു എന്ന് നിനക്ക് തോന്നിയിട്ടുണ്ടോ? നഗ്നനായി കുരിശിൽ കിടക്കുന്ന ആ ക്രിസ്തുവിനെ ഒന്ന് ധ്യാനിച്ചേൻ. അവനും അവഹേളിക്കപ്പെട്ടവനല്ലേ? നിനക്ക് അർഹിക്കാത്തൊരു സഹനത്തിലൂടെയാണ് നീ കടന്നു പോകുന്നത് നിനക്ക് തോന്നുന്നുണ്ടോ? കുരിശിൽ ഏറ്റവും നീതിമാനായ വ്യക്തിയായ ക്രിസ്തുവല്ലേ മരിക്കുന്നത്? ഒരു നീതി പോലും കിട്ടാതെ നിഷേധിക്കപ്പെട്ട് ഒരു കൊലയാളിയെ പോലെ, രാഷ്ട്രീയ കുറ്റവാളിയെ പോലെ കൊല്ലപ്പെടുന്നത് കുരിശിൽ ക്രിസ്തുവല്ലേ? നിനക്ക് ആരുമില്ല എന്ന് തോന്നുന്നുണ്ടോ? കുരിശിലേക്ക് നോക്കിക്കേ, ക്രിസ്തുവും അവിടെ തനിച്ചല്ലേ? കുരിശിലേക്ക് നോക്കി നമ്മൾ പാഠങ്ങൾ പഠിക്കണം. എന്തിനായിരുന്നു ഈ കുരിശു മരണം? മലയാളത്തിലെ കവിയായ MP അപ്പൻ കുരിശിൽ എന്ന് പറയുന്ന തൻ്റെ കവിതയിൽ ഇപ്രകാരം പാടുന്നുണ്ട്: അത്യന്ത തമസിൽ പെട്ടുഴലും ലോകത്തിന് സത്യത്തിൻ പ്രഭാപൂരം കാട്ടിയെന്നതിനാലേ മുൾക്കിരീടവും ചാർത്തി അങ്ങു വിശ്രമം കൊൾവൂ, മൂർഖമാം നിയമത്തിൻ ആരാജമുനകളിൽ. അത്യന്ത തമസിൽ അന്ധകാരത്തിൽപ്പെട്ട് കഴിയുന്ന ലോക ജനതയ്ക്ക് പ്രകാശത്തിൻ്റെ പുതിയ പാത വെട്ടിത്തുറന്നു എന്ന ഒറ്റ കുറ്റമാണത്രേ ഈശോയെ കുരിശിലേക്ക് ആനയിച്ചത്. സ്നേഹമുള്ള ദൈവമക്കളെ, ഒരുപക്ഷെ നീതിമാനായി ജീവിച്ചിട്ട് തിന്മയൊന്നും ചെയ്യാതിട്ട് നിൻ്റെ ജീവിതത്തിൽ ദുരന്തങ്ങളും ദുഃഖങ്ങളും വരുമ്പോൾ ഓർക്കുക, ആ കുരിശിലെ ഈശോയ്ക്കും നിനക്കും ഒരേ രൂപമാണ്. നിൻ്റെ സഹനങ്ങളിൽ അവൻ കൂട്ടിനുണ്ട് എന്ന് നീ തിരിച്ചറിയും എന്നുള്ളൊരു പാഠം ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് നിന്നെ പഠിപ്പിക്കുന്നുണ്ട്. ഇനി ഈ കുരിശ് പഠിപ്പിക്കുന്ന പാഠങ്ങൾ, കുരിശിലെ ഈശോയെ നിങ്ങൾ ധ്യാനിക്കണമെന്നാണ് അച്ഛൻ പറയുന്നത്. കുരിശ് പഠിപ്പിക്കുന്ന പാഠങ്ങൾ എന്തൊക്കെയാണ്? നമുക്കിതിനെ വേർതിരിച്ചെടുക്കുമ്പോൾ ഒന്നാമത്തെ പാഠം എന്ന് പറയുന്നത്, കുരിശ് പഠിപ്പിക്കുന്നത് നിൻ്റെ ജീവിതത്തിൽ ദൈവഹിതം നിറവേറട്ടെ എന്ന് നീ തീരുമാനിക്കണം.
ദൈവത്തിൻ്റെ ഇഷ്ടം സമ്പൂർണ്ണമായി നിറവേറട്ടെ. ലൂക്കാസ് സുവിശേഷം പറയുന്നുണ്ടല്ലോ, അതിൻ്റെ 23:46 യേശു ഉച്ചത്തിൽ നിലവിളിച്ചു പറഞ്ഞു, പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. ദൈവത്തിൻ്റെ കരങ്ങളിൽ സ്വന്തം ഇംഗിതങ്ങൾ സമർപ്പിക്കുക. ദൈവത്തിന് എന്താണോ ഇഷ്ടം അത് നിറവേറട്ടെ. മഹാപ്രളയത്തിൽ നിന്ന് രക്ഷപ്പെട്ട എൻ്റെ ഒരു ആത്മാർത്ഥ സുഹൃത്ത് അതിനെക്കുറിച്ച് പറഞ്ഞത് പ്രകാരമാണ്, അച്ഛാ, വീട്ടിൽ വെള്ളം അല്പാൽപ്പം കയറി തുടങ്ങിയപ്പോഴും എൻ്റെ വീട് വെള്ളത്തിൽ മുങ്ങുമെന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാൻ വീട്ടിൽ നിന്ന് പുറത്തു പോയില്ല. എന്നാൽ വെള്ളത്തിൻ്റെ നിരപ്പ് കൂടിക്കൂടി വരുന്നതിനനുസരിച്ച് എൻ്റെ ഉള്ളിൽ ഭീതിയായി. എടുക്കാനായിട്ട് ഒന്നും പറ്റിയില്ല. ഉടുതുണി, ആ ഉടുത്ത തുണിയാലെ എൻ്റെ ഇളയ കൊച്ചിനെ ചുമലിൽ വെച്ച് മറ്റു 2 കൊച്ചുങ്ങളെയും കൂട്ടിക്കൊണ്ട്, ഭാര്യയെയും കൂട്ടിക്കൊണ്ട് വീടിൻ്റെ കതകുകളടച്ച് ഞാൻ പുറത്തേക്ക് പോവുകയാണ്. അപ്പോഴും എൻ്റെ മനസ്സിൽ ഒരു പ്രതീക്ഷയുമില്ല വീട് വെള്ളത്തിൽ മുങ്ങിപ്പോകുമെന്ന്. അഭയാർത്ഥി ക്യാമ്പിൽ നിന്ന് ഞാൻ പിറ്റേന്ന് പ്രഭാതത്തിൽ എൻ്റെ വീടിൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ, ഒരു കുന്നിൻ മുകളിൽ നിന്ന് താഴെയുള്ള എൻ്റെ വീട് നിരീക്ഷിച്ചപ്പോൾ എനിക്കെൻ്റെ വീട് കാണുവാൻ സാധിച്ചില്ല. പുഴ വിഴുങ്ങിയ വീട്, വീടിന് മേലിലൂടെ പുഴയൊഴുകുകയാണ്. എൻ്റെ മനസ്സ് വല്ലാതെ തകർന്നു പോയി. ഒരു ആയുഷ്കാലം മുഴുവൻ സമ്പാദിച്ചത് മുഴുവൻ അതിനകത്തുണ്ട്. എൻ്റെ കുട്ടികളുടെ പഠനത്തിൻ്റെ സർട്ടിഫിക്കറ്റുകളോ ഒന്നും എനിക്ക് എടുക്കുവാനായിട്ട് കഴിഞ്ഞില്ല. വല്ലാത്തൊരു ദുഃഖം. ഞങ്ങളുടെ അഭയാർത്ഥി ക്യാമ്പ് ഞങ്ങളുടെ ഇടവക ദേവാലയം തന്നെയായിരുന്നു. ഞാൻ അവിടെ പോയിരുന്ന് ആരും കാണാതിരുന്ന് കരയുകയാണ്. അന്നാണ് ആദ്യമായിട്ട് ഞാൻ ആ അൾത്താരയിൽ തൂക്കിയിട്ടിരിക്കുന്ന ക്രൂശ് രൂപം നോക്കുന്നത്. അച്ഛാ, ഇതിനു മുൻപും ഞാൻ അതിനെ നോക്കിയിട്ടുണ്ട്. പക്ഷേ ഇത്രമാത്രം ഒരു സ്നേഹപൂർവ്വമുള്ള അല്ലെങ്കിൽ ഗാഢമായൊരു നോട്ടം ആ ക്രൂശ് രൂപത്തിലേക്ക് ഞാൻ നോക്കിയിട്ടില്ല. എനിക്ക് ഈശോയോട് പരിഭവമായിരുന്നു. എന്തിനാണ് ഈശോ എന്നെ ഇത്രമാത്രം ഒരു ദുരിതകയത്തിലേക്ക് കടത്തിവിട്ടത്? ഇനി ജീവിതമൊന്ന് കരുപിടിപ്പിക്കണമെന്നുണ്ടെങ്കിൽ എന്തുമാത്രം ഞാൻ അധ്വാനിക്കണം? എൻ്റെ അധ്വാനം എല്ലാം ഒരു പ്രളയത്തിൽ ഒലിച്ചുപോയി. ഈശോയോട് ഞാൻ പരാതിപ്പെട്ടപ്പോൾ കുരിശിൽ ഈശോ എന്നോട് സംസാരിക്കുന്നതായിട്ട് എനിക്ക് തോന്നി, എടാ, ഞാനും ഇവിടെ തനിച്ചാണ്. നിനക്ക് നഷ്ടപ്പെട്ടതുപോലെ എനിക്കും നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. നഷ്ടങ്ങളുള്ള നിൻ്റെ കൂടെ ഞാനുണ്ട് എന്ന്. പിന്നീട് പറയുക, ആ കുരിശിലെ ഈശോയോട് വല്ലാത്തൊരു സ്നേഹം. എൻ്റെ കൂടെ അവനുണ്ട്. ദുഃഖങ്ങളും ദുരിതങ്ങളും ദുരന്തങ്ങളും അറിയുന്ന ഒരു ദൈവപുത്രൻ, ഒരു ഈശോ, ഒരു തമ്പുരാൻ എൻ്റെ കൂടെ ഉണ്ട് എന്ന് എനിക്ക് തോന്നി എന്ന് പറയുക. അപ്പോഴാണ് ഭക്ഷണം കഴിക്കുവാനുള്ള ആഹ്വാനം വന്നത്. അവരെല്ലാവരും പ്രാർത്ഥിച്ചു. ഇവൻ പറയുകയാണ്, ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അന്നൊന്നു വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ എന്ന് മനസ്സ് തട്ടി പ്രാർത്ഥിച്ചത് അത്രേ. അന്നുവരെ ഇവന് ആഗ്രഹമുള്ളത് ഇവൻ്റെ ഭാര്യ വെച്ച് വിളമ്പും. ഇവന് എത്രമാത്രം ഉപ്പ് വേണം, മുളക് വേണം, അളവ് കൃത്യമായിട്ട് അറിയാമായിരുന്നു. പക്ഷേ അന്ന് ഇനി വരാൻ പോകുന്ന ഭക്ഷണം എന്താണെന്ന് ആർക്കും അറിയില്ല. അത് ബ്രെഡാണോ, കാപ്പിയാണോ, ചോറാണോ, അത് ഏതുതരം കറികളുണ്ട്, അതിന് രുചിക്കൂട്ടുകൾ എന്തൊക്കെയാണ്, ഒന്നും അറിയില്ല. വരിയിൽ മറ്റുള്ളവരോടൊപ്പം ഇവനും ഇവൻ്റെ ഭാര്യയും മക്കളും നിന്ന് കണ്ണുനീരോടുകൂടിയ പ്രാർത്ഥിച്ച് അന്നൊന്ന് വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് നൽകണമേ എന്ന്. എന്നിട്ട് പറയുക, മനുഷ്യന് തുണ ദൈവം മാത്രമേ ഉള്ളൂ അച്ഛാ. സമ്പാദിച്ചു വെച്ച കാറോ മൊബൈൽ ഫോണുകളോ ഒന്നും നമ്മുടെ രക്ഷയ്ക്കായിട്ട് വരില്ല. മനുഷ്യന് തുണ ദൈവം മാത്രമാണ്. ദൈവത്തെ ഉള്ളറിഞ്ഞ് വിളിക്കാനായിട്ടല്ലേ ദൈവം എനിക്ക് അങ്ങനെ ഒരു അവസരം നൽകിയത്. പ്രളയം ജലം ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം അവൻ വീട്ടിൽ ചെന്ന് എല്ലാം വീട് വൃത്തിയാക്കി വീട് ഒന്നുകൂടെ ഒന്ന് വെഞ്ചിരിപ്പിച്ച് ഈ ഒരു ക്രൂശിതരൂപം എടുത്ത് ഒന്ന് ചുംബിച്ച് പ്രതിഷ്ഠിച്ചതിന് ശേഷമാണ് അവൻ്റെ ഒരു 2ാമത്തെ ജീവിതം അവൻ ആരംഭിച്ചത് അത്രേ. സ്നേഹമുള്ളവരെ, കുരിശ് പഠിപ്പിക്കുന്ന പാഠം ഈ മകൻ പറയുക, ദൈവഹിതം നിറവേറട്ടെ. സുഭാഷിതം 16:1 പറയുന്നുണ്ടല്ലോ, മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു, എന്നാൽ അന്തിമമായ തീരുമാനം കർത്താവിൻ്റേതാണ്. നിൻ്റെ ജീവിതത്തിൽ ദൈവത്തിന് ഒരിടം കൊടുക്കണമെന്ന് കുരിശ് പഠിപ്പിക്കുന്നു. കുരിശ് പഠിപ്പിക്കുന്ന 2ാമത്തെ പാഠം എന്ന് പറയുന്നത് അളവില്ലാത്ത സ്നേഹത്തിൻ്റെയും ക്ഷമയുടെയും പാഠമാണ്. അളവില്ലാത്ത സ്നേഹത്തിൻ്റെയും ക്ഷമയുടെയും പാഠം, ക്ഷമിക്കുന്ന സ്നേഹത്തിൻ്റെ പാഠം. വിശുദ്ധനായ അഗസ്റ്റിൻ ഇപ്രകാരം പറയുന്നു, ക്ഷമിക്കുന്ന സ്നേഹമെന്ന് പറയുന്നത് 2 തരത്തിലുണ്ട്. അതിനെ വിശുദ്ധ അഗസ്റ്റിൻ വിളിക്കുന്നത് സഹിക്കുന്ന സ്നേഹം എന്ന് തന്നെയാണ്. ഒരാൾ തനിക്കേറ്റ അപരാധങ്ങൾ ഹൃദയപൂർവ്വം ക്ഷമിക്കുന്നു. ഇത് 1ാമത്തെ തലം. 2ാമത്തെ തലം എന്ന് പറയുന്നത് ചില സഹനങ്ങൾ ഒഴിവാക്കാമായിരുന്നിട്ടും അത് ക്ഷമാപൂർവം ഏറ്റുവാങ്ങുന്നു. ഇത് 2ാമത്തെ തലം. ഇതിൽ അഗസ്റ്റിൻ പറയുകയാണ്, ഈ 2ാമത്തെ തലമാണ് കൂടുതൽ ശ്രമകരം.
ഈശോയ്ക്ക് ഈശോയുടെ സഹനങ്ങൾ മുഴുവനും ഒഴിവാക്കാമായിരുന്നു. പക്ഷേ എന്നിട്ടും നിനക്ക് വേണ്ടി, നിനക്ക് ജീവനുണ്ടാകുവാനും വേണ്ടി അവൻ ആ സഹനങ്ങൾ ഏറ്റുവാങ്ങിയപ്പോൾ, സ്നേഹമുള്ളവരെ, അതാണ് യഥാർത്ഥത്തിലുള്ള സ്നേഹപൂർവമുള്ള ക്ഷമ, സ്നേഹപൂർവമുള്ള സഹനമെന്ന് വിശുദ്ധ അഗസ്റ്റിൻ പഠിപ്പിക്കുകയാണ്. കുരിശിൽ ഈശോ പഠിപ്പിക്കുന്ന പാഠം. ഒരിക്കലൊരു സിസ്റ്റർ പങ്കുവച്ച അനുഭവം ഞാൻ ഓർക്കുകയാണ്. ഈ സിസ്റ്റർ നന്നായിട്ട് പാട്ട് പാടുമായിരുന്നു അത്രേ. ഒരു ധ്യാനത്തിൻ്റെ ഇടയ്ക്ക് ആരാധനയുടെ സമയത്ത് സിസ്റ്ററിൻ്റെ അനുഭവം പങ്കുവച്ചതാണ്. നന്നായിട്ട് പാട്ട് പാടുമായിരുന്നു. പാട്ട് പാടുന്ന ആ കാലഘട്ടത്തിൽ ട്രാൻസ്ഫർ വരുമ്പോൾ, സ്ഥലമാറ്റം വരുമ്പോൾ അധികാരികളോട് ഈ സിസ്റ്ററിനെ ഞങ്ങളുടെക്ക് തരണമേ, ഞങ്ങളുടെ മഠത്തിലേക്ക് അയക്കണമേ എന്ന് മഠത്തിലുള്ള മറ്റ് സിസ്റ്റർമാർ ആവശ്യപ്പെടുമായിരുന്നു അത്രേ. എന്നാൽ സിസ്റ്ററിന് കുറച്ച് പ്രായമായി ക്യാൻസർ രോഗം പിടിപെടുകയാണ്. ക്യാൻസർ രോഗം പിടിച്ചു കഴിഞ്ഞപ്പോൾ സിസ്റ്റർ പറയുകയാണ്, എന്നെ പിന്നെ ആർക്കും വേണ്ട അച്ഛാ, എന്നെ ആർക്കും വേണ്ട, എന്നെ ചോദിച്ചു വാങ്ങാനല്ല, എന്നെ അങ്ങോട്ട് അയക്കണ്ടെന്നാണ് ആളുകൾ പറഞ്ഞത്. ഒരു വല്ലാത്ത ഒറ്റപ്പെടൽ എൻ്റെ ജീവിതത്തിൽ വന്നു. പിന്നീട് സിസ്റ്റർ എങ്ങനെ വിവരിച്ചു, ഒരു പ്രത്യേകിച്ച് അന്ന് രോഗികളൊക്കെ താമസിക്കുന്ന ഒരു സ്ഥലത്തേക്ക് എനിക്കൊരു പെട്ടെന്നുള്ളൊരു സ്ഥലമാറ്റം വരികയാണ്. എൻ്റെ അധികാരികൾ എൻ്റെ 1-2 ബാഗുകളൊക്കെ എടുത്ത് അവരുടെ വാഹനത്തിൽ എന്നെ ആ മഠത്തിൽ കൊണ്ടുവന്ന് ഇറക്കി. അധികാരികൾക്ക് തിരക്കുള്ളതിനാൽ അവർ തിരിച്ച് യാത്രയായി. ഞാൻ ഇറക്കി വെച്ച ബാഗുകളും ആയിട്ട് സൈഡിൽ നിൽക്കുമ്പോഴാണ് വരാന്തയിൽ നിന്ന് മദർ ഇപ്രകാരം പറയുന്നത് കേൾക്കുന്നത്, ഈ സിസ്റ്ററിനെയും ഇങ്ങോട്ടേക്കാണോ കൊണ്ടുവന്നിരിക്കുന്നത്? എല്ലാവരും കൂടി നോക്കാൻ എനിക്ക് പറ്റത്തില്ല. ഇങ്ങനെ പുലമ്പുന്ന, ഉറക്കെ പറയുന്ന വാക്ക് കേൾക്കുകയാണ്. സിസ്റ്റർ പറയുക, ഞാൻ തകർന്നു പോയ നിമിഷങ്ങളായിരുന്നു വെച്ചാൽ. ബാഗൊന്നും എടുക്കാൻ എനിക്ക് ആരോഗ്യമില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ മുറി മേലെയാണെന്ന് എന്നോട് അമ്മ പറഞ്ഞിരുന്നു, പ്രൊവിൻഷ്യാളമ്മ പറഞ്ഞിരുന്നു. ഞാൻ മേലേക്ക് പയ്യെ ഗോവണിപ്പടി കയറി നടന്നു പോയപ്പോൾ ഗോവണിപ്പടി തിരിയുന്ന ആ സ്ഥലത്ത് അവിടെ ക്രൂശിതരൂപം വെച്ചിട്ടുണ്ട്. തൂക്കിയിട്ടിരിക്കുന്ന ആ ക്രൂശിതരൂപത്തിന് മുമ്പിൽ ഞാനൊന്ന് നിന്ന് ഈ ക്രൂശിതരൂപം ഞാനൊന്ന് നോക്കി. എന്നിട്ട് ഈശോയോട് ഞാൻ പറഞ്ഞു, ഈശോയെ, നീയും തിരസ്കരണങ്ങൾ ഏറ്റുവാങ്ങിയതല്ലേ, നീയും ഒറ്റയ്ക്കായിരുന്നു, നിനക്ക് പിറക്കുവാൻ കാലിത്തൊഴുത്തല്ലേ ലഭിച്ചത്, നിനക്ക് മരിക്കുവാൻ ഒരു കട്ടിൽ പോലും ലഭിച്ചില്ലല്ലോ, മരക്കുരിശല്ലേ ലഭിച്ചത്. ഇതാ എൻ്റെ മദർ എന്നെ ഷൗട്ട് ചെയ്തത്, എന്നെ ഉറക്കെ സംസാരിച്ചത്, ഞാനിവിടെ വന്നത് ഇഷ്ടമായില്ല എന്ന് പറഞ്ഞത്, അതിന് പണിഭാരം കൂടുതലുള്ളതുകൊണ്ടാണ്. ആ സഹോദരിയോട്, മദറിനോട് ക്ഷമിക്കണമേ. ഈശോയെ, എനിക്കിവിടെ കിടക്കുവാനായിട്ട് ഒരു മുറിയെങ്കിലും ഉണ്ടല്ലോ, ഒരു കട്ടിലെങ്കിലും ഉണ്ടല്ലോ, നിന്നേക്കാൾ എത്രയോ ഭാഗ്യവതിയാണ് ഞാൻ, ക്ഷമിക്കാനുള്ള കൃപ തരണമേ. ഞാൻ ആ സഹോദരിയോട് മനസ്സറിഞ്ഞ് ക്ഷമിക്കുന്ന ഈശോയെ, സ്നേഹിക്കാനുള്ള കൃപ തരണമേ എന്ന് പറഞ്ഞ് സിസ്റ്റർ കണ്ണുനീരോടുകൂടി പ്രാർത്ഥിച്ചു എന്നാണ് പറയുന്നത്. സ്നേഹമുള്ള ദൈവമക്കളെ, ഈ പ്രാർത്ഥന കഴിഞ്ഞ് സിസ്റ്റർ നോക്കുമ്പോൾ പുഞ്ചിരിയോടുകൂടി മദർ സിസ്റ്ററിൻ്റെ ബാഗുകളുമായിട്ട് കയറി വരികയാണ്. സിസ്റ്ററെ വാ, നമുക്ക് നമ്മുടെ മുറിയിലേക്ക് പോകാമെന്ന് പറഞ്ഞ്. കുരിശ് പഠിപ്പിക്കുന്ന പാഠമാണ് ദീർഘക്ഷമയുടെ, സ്നേഹപൂർവമുള്ള ക്ഷമയുടെ പാഠം കുരിശ് പഠിപ്പിക്കുന്നുണ്ട്. കുരിശിലെ ക്രിസ്തു സ്നേഹപൂർവ്വം ക്ഷമിച്ചുവെന്ന് യെശയ്യാ പ്രവാചകൻ എത്രയോ മനോഹരമായിട്ട് എഴുതി വയ്ക്കുന്നത്. അതിൻ്റെ 53-ാം അധ്യായം 7-9 തിരുവചനങ്ങളിൽ പ്രകാരം പറയുന്നുണ്ടല്ലോ, അവൻ മർദ്ദിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്തു, എങ്കിലും ഉരിയാടിയില്ല. കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്നവർക്ക് മുമ്പിൽ നിൽക്കുന്ന ചെമ്മരിയാടിനെ പോലെയും അവൻ മൗനം പാലിച്ചു. അവൻ ഒരു അതിക്രമവും ചെയ്തില്ല. ക്ഷമാപൂർവമുള്ള സഹനത്തിൻ്റെ, സ്നേഹത്തിൻ്റെ പാഠശാലയാണ് കുരിശ്. കുരിശ് പഠിപ്പിക്കുന്ന 3-ാമത്തെ പാഠം എന്ന് പറയുന്നത് രക്ഷയുടെയും വിജയത്തിൻ്റെയും സൗഖ്യത്തിൻ്റെയും പാഠമാണ്. കുരിശ് രക്ഷയുടെ, വിജയത്തിൻ്റെ, സൗഖ്യത്തിൻ്റെ അടയാളമാണ് എന്നുള്ളൊരു പാഠം പഠിപ്പിക്കുന്നുണ്ട്. നിനക്ക് നിൻ്റെ ജീവിതത്തിൽ രക്ഷ വേണമെന്നുണ്ടോ? കുരിശിനെ ചേർത്ത് പിടിക്കുക. നിനക്ക് നിൻ്റെ ജീവിതത്തിൽ സൗഖ്യം വേണമെന്നുണ്ടോ? കുരിശിനോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കുക. നിനക്ക് നിൻ്റെ ജീവിതത്തിൽ വിജയം വേണമെന്നുണ്ടോ? കുരിശ് പഠിപ്പിക്കുന്ന പാഠങ്ങൾ പഠിക്കുക, അത് അന്വർത്ഥമാക്കുവാനായിട്ട് പരിശ്രമിക്കുക. അതുകൊണ്ടാണ് വിശുദ്ധ ലൂക്ക 9:23 ഇപ്രകാരം പറയുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 23-ാം തിരുവചനത്തിൽ പ്രകാരം പറയുന്നു, എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവർ സ്വയം പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരട്ടെ എന്ന്. കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാൾ നമുക്കറിയാമല്ലോ. ആ പുകഴ്ചയുടെ തിരുനാളിൻ്റെ ചരിത്രം തന്നെ
ഒരു രക്ഷയുടെയും സൗഖ്യത്തിൻ്റെയും ഏടുകളിലേക്ക് നമ്മെ കൊണ്ടുപോകുന്നുണ്ട്. മഹാനായ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി മാക്സെൻസിയൂസ് എന്ന് പറയുന്ന രാജാവിനെതിരെ യുദ്ധം പ്രഖ്യാപിക്കുകയാണ്. ശക്തനായ ആ രാജാവിനെ തോൽപ്പിക്കുവാനായിട്ട് ഈ രാജാവിന് കരുത്തില്ല എന്ന് രാജാവ് തിരിച്ചറിഞ്ഞ് വളരെ മനോവിഷമത്തോടുകൂടി പ്രാർത്ഥിച്ചു കിടക്കുമ്പോൾ തമ്പുരാൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെടുകയാണ്. സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് ഈ രാജാവ് സ്വർഗത്തിൽ ഒരു ചിത്രം കാണുന്നു. അത് കുരിശുരൂപമാണ്. കുരിശിൻ്റെ അടയാളം സ്വർഗത്തിൽ കാണുന്നു. എന്നിട്ട് ആ കുരിശിന് ചുറ്റും ഇങ്ങനെ എഴുതി വച്ചിരിക്കുകയാണ്, ഈ അടയാളത്താൽ നിങ്ങൾ വിജയം പ്രാപിക്കുമെന്ന്. നിദ്രയിൽ നിന്നും ഉണർന്ന കോൺസ്റ്റന്റൈൻ ചക്രവർത്തി തൻ്റെ യുദ്ധത്തിന് പോകുമ്പോൾ ഉപയോഗിക്കുന്ന ആ പതാകകളിൽ കുരിശ് ആലേഖനം ചെയ്ത് കുരിശിന് ചിത്രം വരച്ചുകൊണ്ട് ഈ അടയാളത്താൽ ഞങ്ങൾ രക്ഷിക്കപ്പെടും, വിജയിക്കപ്പെടും എന്നുള്ള ബോധ്യത്തോടുകൂടി യുദ്ധം ചെയ്യുകയും മാക്സെൻസിയൂസ് രാജാവിനെതിരെ അങ്ങനെ വിജയം വരിക്കുകയും ചെയ്തു എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അതിനുശേഷമാണ് ക്രിസ്ത്യാനികൾക്ക് ക്രിസ്തു മതം ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യം ലഭിച്ചത്. എഡിക്റ്റ് ഓഫ് മിലാൻ വിളംബരത്തോടുകൂടി AD 313. അന്നു മുതലാണ് ക്രിസ്തീയ വിശ്വാസം ഇത്രമാത്രം പ്രചരിപ്പിക്കുവാനുള്ള ഒരു ഔദ്യോഗികമായ അനുമതി ലഭിക്കുന്നത്. കുരിശ് വിജയത്തിൻ്റെ അടയാളമാണ്. നമുക്കറിയാമല്ലോ, AD 313 ശേഷം കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ അമ്മയായ ഹെലൻ രാജ്ഞി ഗാഗുൽത്തായിൽ ഒരു ദേവാലയം പണിയുവാനായിട്ട് തീരുമാനിക്കുകയാണ്. ഈ ദേവാലയം പണിയുന്നവനായിട്ട് AD 326 കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ അമ്മയായ ഹെലന രാജ്ഞി മക്കാസിയൂസ് എന്ന് പറയുന്ന മെത്രാനോട് ഗാഗുൽത്തായിൽ ഒരു ദേവാലയം പണിയുവാനായിട്ട് ആവശ്യപ്പെടുകയാണ്. ഈ ദേവാലയ പണി നേരിട്ട് കാണുവാനായി രാജ്ഞി അങ്ങോട്ടേക്ക് പോകുന്നു. അപ്പോൾ രാജ്ഞിയുടെ മനസ്സിലൊരു ആഗ്രഹമുണ്ട്, ഈശോ മരിച്ച ആ കുരിശ് കണ്ടെത്തണം. അവിടെയുള്ള വീനസിൻ്റെ പ്രതിമയും അവശിഷ്ടങ്ങളും ഒക്കെ പരിചാരകന്മാരോട് നീക്കം ചെയ്യുവാനായിട്ട് രാജ്ഞി ആവശ്യപ്പെടുന്നു. പിന്നീട് 3 കുരിശുകൾ കണ്ടെടുക്കപ്പെടുകയാണ്. ഈ 3 കുരിശിൽ ഏതാണ് ക്രിസ്തുവിൻ്റെ കുരിശ് എന്ന് അറിയണ്ടേ? ഒരു രോഗിണിയുടെ ദേഹത്ത് ഈ 3 കുരിശുകളും തൊടുവിപ്പിച്ചപ്പോൾ അതിനകത്ത് ഒരു കുരിശ് തൊട്ടപ്പോൾ അവൾ പരിപൂർണ സൗഖ്യം പ്രാപിച്ചു അത്രേ. അത് ക്രിസ്തുവിൻ്റെ കുരിശ് ആണെന്ന് വിശ്വസിച്ചു വരുന്നു. പിന്നീട് ഈ ദേവാലയത്തിൽ ഈ കുരിശ് സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. കുരിശ് സൗഖ്യത്തിൻ്റെ അടയാളമാണ്. തുടർന്ന് നമുക്കറിയാം, ജെറുസലേമിനെ പേർഷ്യൻ രാജാവായ ഖോസ്രു ആക്രമിക്കുന്നു. ഈ പേർഷ്യൻ രാജാവ് ഈ കുരിശ് പിടിച്ചെടുത്ത് കൊണ്ടുപോകുന്നു. ഇതിനുശേഷം പിന്നീട് 629 ഹെറാക്ലിയൂസ് ചക്രവർത്തി ഈ പേർഷ്യൻ രാജാവിനെ 3 തവണ യുദ്ധത്തിൽ തോൽപ്പിക്കുകയും ക്രിസ്തു മരിച്ചു എന്ന് കരുതപ്പെടുന്ന ഈ കുരിശ് തിരിച്ചെടുക്കുകയും പിന്നീട് ഈ 629 ജെറുസലേം ദേവാലയത്തിൽ പുനഃപ്രതിഷ്ഠിക്കുകയും ചെയ്തു. അങ്ങനെയാണ് കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാൾ തന്നെ ആഘോഷിക്കുന്ന ആ ഒരു സാഹചര്യം എത്തിച്ചേർന്നത്. അന്നു മുതലാണ് കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാൾ ആഘോഷിച്ച് തുടങ്ങിയത് കത്തോലിക്ക തിരുസഭയിൽ. കുരിശ് വിജയത്തിൻ്റെ, കുരിശ് രക്ഷയുടെ, കുരിശ് സൗഖ്യത്തിൻ്റെ അടയാളമാണ്. ഇനി കുരിശ് എന്ന് പറയുന്നത് മാതൃസ്നേഹത്തിൻ്റെയും പുത്രസ്നേഹത്തിൻ്റെയും ഓർമ്മയാണ്. കുരിശിൽ ഈശോ മരിച്ചപ്പോൾ നമുക്കറിയാം, ഈശോ ഈ ലോകത്തിന് നൽകിയ അവസാനത്തെ സമ്മാനം എന്ന് പറയുന്നത് തൻ്റെ അമ്മയാണ്. കുരിശിൽ പ്രാണവേദനയാൽ പിടയുമ്പോൾ പോലും ഓർക്കണേ, ഈശോ തൻ്റെ അമ്മയെ മറക്കുന്നില്ല. ഒരു പുത്രൻ എങ്ങനെയാണ് തൻ്റെ മാതാവിനെ സ്നേഹിക്കേണ്ടത് എന്നുള്ള വലിയ പാഠം കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ പഠിപ്പിക്കുന്നുണ്ട്. പുത്രസ്നേഹത്തിൻ്റെ വലിയൊരു പാഠം ഈശോ പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ സ്വന്തം മകൻ്റെ നിണം വീണ് കുതിർന്ന അതേ മണ്ണിൽ ആ നിണത്താൽ സ്നാനം ചെയ്യപ്പെട്ട് പരിശുദ്ധ അമ്മ കുരിശിനോട് ചേർന്ന് നിന്നു എന്ന് പറയുമ്പോൾ ജീവിതത്തിൽ മനുഷ്യർക്കുണ്ടാവുന്ന എല്ലാ സഹനങ്ങളിലും കുരിശോളം വരുന്ന സഹനങ്ങളിൽ ചേർന്ന് നിൽക്കുന്ന പരിശുദ്ധ അമ്മ നമ്മെ പഠിപ്പിക്കുന്ന പാഠം ഇതാണ്. ഒരു അമ്മയുടെ മാതൃസ്നേഹത്തിൻ്റെ പാഠം. സ്നേഹമുള്ളവരെ, കുരിശ് നമ്മെ പഠിപ്പിക്കുന്ന പാഠം പുത്രസ്നേഹത്തിൻ്റെയും മാതൃസ്നേഹത്തിൻ്റെയും. ഒരു അമ്മയും കുഞ്ഞിനെ ഉപേക്ഷിക്കരുത്. ഒരു മകനും മകളും മാതാവിനെയോ പിതാവിനെയോ ഉപേക്ഷിക്കരുത്. ഈ ഒരു പാഠം കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ പഠിപ്പിക്കുന്നുണ്ട്. കുരിശിലെ ക്രിസ്തു പഠിപ്പിക്കുന്നുണ്ട്. കുരിശ് പഠിപ്പിക്കുന്ന
അവസാനത്തെ ഒരു പാഠം എന്ന് പറയുന്നത് ഈ കുരിശ് നമ്മെ സ്വർഗമായും കുരിശ് മറ്റ് മനുഷ്യരിലേക്കും നമ്മെ നയിക്കുന്നതാണ് കുരിശ്. കുരിശിൻ്റെ രൂപം തന്നെ ശ്രദ്ധിച്ചിട്ടില്ലേ? കുരിശിൻ്റെ രൂപം, ഈ കുരിശിൻ്റെ ഒരു ഭാഗം മുകളിലേക്ക്, അത് നമ്മളെ സ്വർഗത്തിലേക്ക് ആനയിക്കുന്നതാണ്. സ്വർഗോന്മുഖരായി ജീവിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നതാണ് കുരിശ്. രണ്ടാമത്തത് എന്ന് പറയുന്നത് സഹോദരങ്ങളിലേക്ക് നീളേണ്ടതായിട്ടുള്ള നമ്മുടെ ജീവിതം. കാണപ്പെടുന്ന സഹോദരനിലൂടെയല്ലാതെ കാണപ്പെടാത്ത ദൈവത്തെ കാണുവാൻ കഴിയുകയില്ല എന്നുള്ളൊരു വലിയ പാഠം കുരിശ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 10-ാം തിരുവചനത്തിൽ പറയുന്നുണ്ടല്ലോ, മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് ജീവനുണ്ടാകുവാനും അത് സമൃദ്ധിയായി ഉണ്ടാകുവാനുമാണ്. കുരിശ് പഠിപ്പിക്കുന്ന ഈ പാഠങ്ങളെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് നമ്മുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളും സന്തോഷങ്ങളും ആ കുരിശിൻ ചുവട്ടിൽ അർപ്പിച്ചുകൊണ്ട് നമുക്കും പ്രാർത്ഥിക്കാം. നല്ലവനായ ദൈവമേ, അങ്ങയുടെ കുരിശോട് അങ്ങയുടെ അമ്മയായ പരിശുദ്ധ അമ്മ ചേർന്നതുപോലെ ഞങ്ങളും ചേർന്ന് നിൽക്കുന്നു. അങ്ങയുടെ തിരിച്ചോരയാൽ ഞങ്ങളെ സ്നാനം ചെയ്യണമേ. ക്ഷമിക്കുവാൻ, സ്നേഹിക്കുവാൻ, പൊറുക്കുവാൻ, ഒറ്റപ്പെടലുകളെ അതിജീവിക്കുവാൻ വലിയ സാന്ത്വനമായി അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ. എനിക്കായി കാൽവരിയിൽ ക്രിസ്തുവിൻ്റെ ചോരയാൽ സ്നാനം ചെയ്യപ്പെട്ട മരക്കുരിശെ, നിന്നെ ഞാൻ നമിക്കുന്നു. ആമേൻ.